ഗൈസ്, അപ്പം ബെത്ലഹേം കുടുംബ യൂണിറ്റ് കണ്ടിട്ട് വന്നിരിക്കുകയാണ്. അതിൻ്റെ റിവ്യൂ ആണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. അപ്പം നമുക്ക് നേരെ റിവ്യൂ വീഡിയോയിലേക്ക് പോവാം. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാനൊരു പുതിയൊരു വ്ളോഗായിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്നൊരു റിവ്യൂ വീഡിയോ ആണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഇന്ന് റിലീസായ പടമാണ് ബെത്ലഹേം കുടുംബ യൂണിറ്റ്. നിവിൻ പോളി, മമിത ബൈജു അവരെല്ലാവരും തമ്മിൽ അഭിനയിക്കുന്ന പടം. അപ്പോൾ അതിപ്പോൾ കണ്ടിട്ട് വന്നതേ ഉള്ളൂ. നമ്മളെ ഗിരീഷ് ഏടിയാണ് ഇതിൻ്റെ ഡയറക്ടർ. പിന്നെ ബാക്കി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. കാര്യങ്ങൾ കുറേ സംസാരിക്കാനുണ്ട് ഇതിൽ. ഇപ്പം ഒരു ഓണത്തിൻ്റെ ഒരു വൈബ് ഇത് തന്നതാണ്. ഇന്നാണ് ഇറങ്ങിയത് പടം. 2.25 മണിക്കൂർ അടുപ്പിച്ചുണ്ട് ഡ്യൂറേഷൻ. ഗിരീഷ് ഏടിയാണ്. സിനിമറ്റോഗ്രാഫി അജ്മൽ സാബു എന്ന് പറയും. അതൊക്കെ പക്കയാണ്. പിന്നെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസേഴ്സ് ജോസ് വിജയും ബെന്നി കട്ടപ്പനയാണ്. പിന്നെ കോമഡി റൊമാൻസ് ആണ് സിനിമയുടെ ജോണർ. അപ്പോൾ ഇതാണ് മൊത്തത്തിൽ പറയാനുള്ളത്. പിന്നെ മ്യൂസിക് ഡയറക്ടർ എനിക്ക് തോന്നുന്നു മ്യൂസിക് ഡയറക്ടർ വിഷ്ണു വിജയാണ് മ്യൂസിക് ഡയറക്ടർ. ഫഹദ് ഫാസിലും ദിലീഷ് പോത്തനും അവരൊക്കെയാണ് പ്രൊഡ്യൂസേഴ്സ് ഇതിലെ മെയിൻ ഭാവന സ്റ്റുഡിയോസ്. അപ്പം ഇതാണ് ഇതിനെപ്പറ്റി മെയിനായിട്ട് പറയാനുള്ളത്. ഇനിയിപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് പറയാം. നിവിൻ പോളി ഒരു രക്ഷയില്ല, തകർത്തിട്ടുണ്ട് നിവിൻ പോളി. ഒന്നും പറയാനില്ല, പക്ക മൂവിയാണ് നിവിൻ പോളിയിലെ. പിന്നെ നമുക്ക് നോക്കണമെങ്കിൽ മമിത ബൈജു ഒരു രക്ഷയില്ല. മമിത ബൈജു തകർത്തിട്ടുണ്ട് അഭിനയം. പിന്നെ അറിയാം ഗിരീഷ് ഏടിയിലെ നമ്മളെ പ്രേമലു ആയാലും തണ്ണീർമത്തൻ ദിനങ്ങളുണ്ട്, അങ്ങനത്തെ കുറേ പടങ്ങളുണ്ട്. എല്ലാം ഗിരീഷ് ഏടി അടിപൊളിയായിട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു പേസ് ഇതിൽ തന്നെ കൊണ്ടുപോയിട്ടുണ്ട്. ഇത് ഒരു ഫീൽ ഗുഡ് എൻ്റർടൈനറാണ്. ഓണത്തിന് ഇറക്കാൻ പറ്റിയ ഒരു പടം. കോമഡിയൊക്കെ പക്കയായിട്ട് വർക്കായിട്ടുണ്ട്. ഒരു ഇതും പറയാനില്ല, നല്ല രീതിയിൽ വർക്കൗട്ട് ആയിട്ടുണ്ട്. പിന്നെ നമ്മളെ കൺവിൻസിങ് സ്റ്റാറുണ്ട്. ഇങ്ങനെ പറയാനും കുറച്ച് ആൾക്കാരുകളൊക്കെ ഉണ്ട് നമുക്കറിയാമെന്നുള്ള. പിന്നെ മൊത്തത്തിൽ നോക്കണമെങ്കിൽ ഒരു അടിപൊളി ഒരു പടമെന്ന് തന്നെയാണ് പറയാനുള്ളത്. അതിൽ കൂടുതലൊന്നും പറയാനൊന്നുമില്ല. അത്ര അടിപൊളിയായിട്ടാണ്. നിവിൻ പോളിയെ ഒരു പഴയ നിവിൻ പോളിയിലൊരു ഫീലൊക്കെ കിട്ടുന്നുണ്ട്. നമ്മൾ സർവമായ കണ്ടിട്ട് തിരിച്ചു വന്ന പോലത്തെ ഒരു ഫീലാണ് ഇതിലും കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനത്തെ വേറെ പ്രശ്നമോ കാര്യങ്ങളൊന്നുമില്ല. അടിപൊളി ഒരു വൈബ് പടമായിരിക്കും. എനിക്ക് തോന്നുന്നു നിവിൻ പോളി തിരിച്ചെത്തിയെന്ന് തന്നെ പറയാം, കംബാക്ക്. കാരണം ആ സർവമായയ്ക്ക് ശേഷം വേറൊരു പടം, അതും വൻ ഹിറ്റ്. ഇത് ഒരു വൻ കംബാക്ക് തന്നെയാണ്. നമുക്കിനി നിവിൻ പോളിയെ തിരിച്ച് കിട്ടാം. പിന്നെ ഇനിയിപ്പോൾ അടുത്ത പ്രേമത്തിലെ ഡയറക്ടറുണ്ട് 50, നിവിൻ പോളി MP 50. ആ പടമൊക്കെ നല്ല ഹിറ്റാവാൻ നല്ല ചാൻസ് ഉള്ളതാണ്. ഇതൊക്കെ ഇനിയിപ്പോൾ നിവിൻ പോളി പിടിച്ചാൽ കിട്ടൂല. എന്തായാലും ഓണം വിന്നർ തന്നെയാണ് പറയാൻ. നല്ല ഫീൽ ഗുഡ്, പക്ക ഫീൽ ഗുഡ്. നമുക്ക് കണ്ടുകൊണ്ടിരിക്കാം ലാസ്റ്റ് വരെ. ഇങ്ങനത്തെ ഒരു ഗിരീഷ് ഏടിയിലെ എനിക്ക് തോന്നുന്നു എൻ്റെ ഫേവറേറ്റായി, ബെസ്റ്റ് പടം. ബാക്കി തണ്ണീർമത്തനായിരുന്നു എനിക്ക്. പിന്നെ അതിനുശേഷം എനിക്ക് തോന്നി ഇതാണ് വല്ലാത്തൊരു പടം, നല്ല പീക്ക് പടം. ഇൻ്റർവെല്ലൊക്കെ നല്ല രീതിയിലാണ് കൊണ്ടുവച്ചിരിക്കുന്നത്. ഫസ്റ്റ് ഹാഫൊക്കെ അടിപൊളിയായിട്ട് ചിരിക്കാനുണ്ട്. സെക്കൻഡ് ഹാഫ് അതേപോലെ ചിരിക്കാൻ കൊണ്ടുപോയിട്ടുണ്ട്. പിന്നെ നല്ല റൊമാൻസ് വർക്കായിട്ടുണ്ട് അതിൽ നിവിൻ പോളിയായിട്ട്. പിന്നെ എല്ലാം കൊണ്ട് ഒരു അടിപൊളി ഒരു ഫാമിലിക്കൊക്കെ വന്നിരുന്ന് മസ്റ്റായിട്ട് കാണാൻ പറ്റും. ഒരു പ്രശ്നമില്ല. കണ്ട് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്ത് നിരാശപ്പെടുത്തൂല. ടിക്കറ്റ് പക്കയായിട്ട് എടുക്കാം. ഒന്നും പറയാനില്ല. ഒരു രക്ഷയില്ലാത്ത പടമായിപ്പോയി. ഞാൻ ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ലായിരുന്നു. ഞാനൊരു പടം ഒരു കൊള്ളായിരിക്കും, പക്ഷേ ഇതെനിക്ക് ഭയങ്കരമായിട്ട് വർക്കൗട്ടായി. എനിക്ക് തോന്നുന്ന ഒരു ബെസ്റ്റ് തന്നെയാണ്, ഒന്നും പറയാനൊന്നുമില്ല. പിന്നെ ഇതിൻ്റെ അകത്ത് എടുത്ത് പറയേണ്ട നിവിൻ പോളിയുടെ അഭിനയം. മോനെ ഒരു രക്ഷയില്ലാത്ത അഭിനയം. കുറച്ച് വണ്ണം കുറഞ്ഞ് പോലെയൊക്കെ ഫീലാവും, പക്ഷേ ചില സ്ഥലങ്ങളിൽ നമുക്ക് അങ്ങനെ തോന്നൂല. പക്ഷേ നല്ല മാറ്റമുണ്ട്. പിന്നെ മമിതയുടെ അഭിനയം ഒരു രക്ഷയില്ല. നിവിൻ പോളിയും തകർത്തിട്ടുണ്ട്. രണ്ടുപേരെ കോമ്പിനേഷൻ സീൻസൊക്കെ പൊളിയാണ് മമിതയത്. പിന്നെ കൺവിൻസിങ് സ്റ്റാർ തകർത്തിട്ടുണ്ട് കോമഡിയിൽ. പിന്നെ എല്ലാവരും അങ്ങനെയൊക്കെ നോക്കണമെങ്കിൽ അടിപൊളിയായിരുന്നു. ഒരു ത്രൂ ഔട്ട് ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആണ് സിനിമയിലൂടെ കിട്ടിയിരിക്കുന്നത്. പിന്നെ മ്യൂസിക് വിഷ്ണു വിജയ് പ്ലേസ് ചെയ്തിരിക്കുന്നു. ഓരോ മ്യൂസിക്കും പ്ലേസ് BGM ഒക്കെ ആണെങ്കിൽ നൈസ് ട്രാക്കായിട്ട് അങ്ങ് പോകണതെല്ലാം പൊളിയാണ്. മ്യൂസിക്കൊക്കെ നല്ല അടിപൊളിയായിട്ട് പ്ലേസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു രീതിയിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നല്ലൊരു മികച്ചൊരു പടം തന്നെയാണ്. എനിക്ക് തോന്നുന്നു ഇനിയിപ്പം
ഇതായിരിക്കും ഇനി ടോപ്പ് നിൽക്കുന്നത്. ഇത് എനിക്ക് തോന്നുന്നത് നല്ലൊരു കളക്ഷൻ അടിക്കാൻ പറ്റുന്ന ഒരു മൂവിയാണ്. ഇത് വന്ന് താന്നു പോകൂലെന്ന് തോന്നുന്നു. ഖലീഫ എന്ന് പറയുന്ന സെക്കൻഡ് ഹാഫ് വേറെ ലെവലാണ്. ഇത് ഫുള്ള് ത്രൂ ഔട്ട് പിടിച്ചിരുത്തിട്ടുണ്ട്. പിന്നെ ഫാമിലി ഓഡിയൻസിന് ഫുള്ള് കാണാം. അപ്പം ആ ഒരു പോസിറ്റീവ് ഇതിൻ്റെ അകത്ത് കിടക്കണമുള്ളതുകൊണ്ട് ആൾക്കാർ ഇതിന് ടിക്കറ്റ് എടുക്കാൻ കൂടുതൽ ചാൻസ് ഉള്ളതുപോലെ തോന്നുന്നുണ്ട്. എന്തായാലും കൊള്ളാം, അതും കൊള്ളാം ഇതും കൊള്ളാം. പക്ഷേ അതിനെയും കാട്ടി മികച്ച് നിൽക്കുന്ന പടം ഇത് തന്നെയാണ്. ഓണത്തിൻ്റെ വിന്നർ ഇത് തന്നെയാണ്. ഓണം തൂക്കിയെന്ന് തന്നെയാണ് പറയാൻ, വേറെ രക്ഷയില്ല. മിക്കവാറും അടുത്ത പടത്തിന് ഇനി വെയിറ്റ് ചെയ്യാൻ. ഇപ്പോൾ എന്തായാലും കംബാക്ക് തന്നെയാണ്, ഒന്നും പറയാനൊന്നുമില്ല. തൂക്കിയിട്ടുണ്ട്. ഗിരീഷ് ഷെഡിയുടെ ഓരോ ഫ്രെയിംസ് മോനെ അത് എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. മ്യൂസിക് ആയാലും പൊളിയാണ്, ഫ്രെയിംസ് ആണെങ്കിലും പൊളിയാണ്. ഓരോ ഫ്രെയിമുണ്ട്, ഫ്രെയിം പൊളിയാണ്. 2-3-4 സ്ഥലത്തൊക്കെ അടിപൊളി ഒരു ഡിഫറെൻറ്റ് ഫ്രെയിമാണ് പിടിച്ചിരിക്കുന്നത്. പിന്നെ സിനിമാറ്റോഗ്രാഫിയൊക്കെ പൊളിയാണ്, എടുത്ത് തന്നെ പറയണം. എല്ലാവരും നല്ല രീതിയിൽ തന്നെ പണിയെടുത്തിട്ടുണ്ട്. അതിൻ്റെ റിസൾട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഓണം തൂക്കും എനിക്ക് തോന്നല്ല, മുങ്ങിയൊന്നും പോകില്ല. നമ്മളെ ജനങ്ങൾ അത് കണ്ട് കയറ്റി വിടും. അത്ര അടിപൊളി പടമാണ്. അപ്പം ഡീഗ്രേഡ് ഈ കാര്യത്തിൽ നിരാശയപ്പെടുത്തി. അങ്ങനെ ഡീഗ്രേഡ് ചെയ്യാതെ ഇരിക്കുക ഈ പടത്തിനെ. അപ്പം നിങ്ങൾ അത് എല്ലാവരും പോയി കണ്ടിട്ട് നല്ല അഭിപ്രായങ്ങളൊക്കെ പറയും. എങ്ങനെ നിങ്ങൾക്ക് വർക്കായോ ഇല്ലെന്നൊക്കെ പറയും. അടിപൊളി പടമാണ്. എനിക്കൊരു 9 out of 10 ആണ്. അത്രയ്ക്ക് ഇഷ്ടമായി. 9.5 ഒക്കെ കൊടുക്കാം. അത്ര അടിപൊളി പടം. എനിക്ക് വർക്കൗട്ടായി. നിങ്ങളൊക്കെ അഭിപ്രായം ഇനി ഡിഫറെൻ്റ് ആയിരിക്കാം. നിങ്ങൾക്ക് പോയി കണ്ടിട്ടൊക്കെ അഭിപ്രായം പറയും. അപ്പം അടുത്ത ഇനി വെയിറ്റ് ചെയ്യാം. നമുക്ക് ടോക്സിക്കാണ്, അതിന് വെയിറ്റ് ചെയ്യാം. പിന്നെ അയാം ഗെയിമുണ്ട്, അതെല്ലാം നമുക്ക് വെയിറ്റ് ചെയ്യാം. പക്ഷേ ഇത് ഒരു വല്ലാത്ത പടം തന്നെയാണ്. തൂക്കി. അപ്പോൾ എനിക്കെന്തായാലും ഇഷ്ടമായി. അപ്പോൾ നിങ്ങൾ പോയി കണ്ടിട്ടൊക്കെ അഭിപ്രായം പറയും. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ബെല്ലൈക്കൺ കൂടെ ഓണാക്കി വയ്ക്കുക. എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന ഓരോ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ അടുത്തൊരു അടിപൊളി ബ്ലോഗുമായിട്ട് വീണ്ടും കാണാം. അപ്പോഴേക്കും ഗുഡ് ബൈ.